നാട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ശരിക്കും വിചാരിച്ചതന്നേ മമ്മിക്കൊരു സർപ്രൈസായിട്ട് കയറി ചെല്ലണം, മമ്മിയെ ഞെട്ടിക്കണമെന്നൊക്കെ. മമ്മിയെ മാത്രമല്ല പപ്പായും. പക്ഷേ ഉണ്ടല്ലേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും നിൽക്കുകയല്ലെന്നേ. വിളിച്ചങ്ങ് പറഞ്ഞു പോയി വരുവാന്ന്. അത് തന്നെയല്ലേ, വിളിക്കാതെ ചെന്നാലുണ്ടല്ലോ കഴിക്കാനൊന്നും കാണത്തില്ലെന്നേ. രാവിലെ ചെല്ലുന്നതല്ലേ. ചെന്നപ്പോൾ അതോ എന്നൊക്കെ സാധനം ഒന്ന് നോക്കി. ഇത് നമ്മുടെ ആദ്യം കാണിച്ചുണ്ടല്ലോ, നമ്മുടെ പെസഹായ്ക്ക് ഉണ്ടാക്കുന്ന ഇൻട്രിയപ്പം ഇല്ലേ, അതായിരുന്നു. ഞങ്ങൾ നാട്ടിൽ ചെല്ലുന്ന കാര്യമൊന്നും പെസഹയുടെ സമയത്ത് ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്നിട്ടും മമ്മി അതൊക്കെ എടുത്ത് പാത്ത് വെച്ചെന്നുള്ള. എനിക്കൊന്ന് ഈ അമ്മമാർക്ക് വല്ല കഴിവുണ്ടായിരിക്കും അല്ലേ, നമ്മൾ വരുന്ന കാര്യം നേരത്തെ ഗണിച്ചറിയാനൊക്കെ. പിന്നുണ്ടല്ലോ ഏത്തക്ക പുഴുങ്ങിയതുണ്ടായിരുന്നു, കുമ്പളുണ്ടായിരുന്നു, ഉണ്ടയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പൊന്നു മക്കളെ, ഇത് ഈ ഒരു സാധനം ചക്കപ്പുഴുക്കും നല്ല ഒന്നാന്തരം ബീഫും, ഇതൊക്കെ കഴിക്കണേലേ നാട്ടിൽ തന്നെ പോകണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് ആനിക്കാട് പള്ളിയുടെ സെമിത്തേരിയിലോട്ടാണ് കേട്ടോ. അവിടെ ഞങ്ങൾ വരുന്നത് നോക്കി ഒരാൾ കാത്തിരിപ്പുണ്ടെന്നേ, ജസ്റ്റിയുടെ മമ്മി. നാട്ടിൽ ചെന്നിട്ട് മമ്മിയുടെ അടുത്ത് ചെന്നില്ലേ, മമ്മി പരാതി പറയല്ലേ, നിങ്ങൾ ഇത്രയും നേരം എവിടെ ആയിരുന്നു, ഞാൻ നിങ്ങളെ നോക്കി ഇവിടെ കിടക്കുമല്ലായിരുന്നോ എന്ന്. അങ്ങനെ നേരെ മമ്മിയുടെ കല്ലറയിൽ പോയി കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ മമ്മിയുടെ അടുത്തോട്ട് പെട്ടെന്ന് പോയതുകൊണ്ടേ ഒരു പൂ പോലും കൊണ്ടുപോയില്ല, ഒരു ക്യാൻഡിൽ പോലും എടുത്തിട്ടുമില്ല. എന്നാലും കുഴപ്പമില്ല അല്ലേ, നമ്മളൊന്നും വാങ്ങിച്ചുകൊണ്ട് എന്നില്ലേലും അവർക്ക് പരാതിയൊന്നും ഒരിക്കലും കാണുകയല്ലെന്നേ. നമ്മുടെ ജസ്റ്റിമോൻ ഈ മൊബൈൽ നോക്കി പ്രാർത്ഥിക്കുന്നതൊന്നും അല്ല കേട്ടോ. ഞങ്ങളവിടെ കല്ലറയിരുന്ന് പ്രാർത്ഥിക്കാൻ നേരം ജസ്റ്റിയുടെ ചേച്ചിനെയൊക്കെ യോസിന്ന് വീഡിയോ കോളിൽ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ മമ്മിയുടെ കല്ലറയിൽ നിന്ന് കുറച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോയി കേട്ടോ. ജസ്റ്റിയുടെ വീടേ ആനിക്കാട് പള്ളിയുടെ തൊട്ടടുത്താണ്. ഇങ്ങോട്ട് നോക്കി ഈ ഒരു സാധനം, ഇത് ഞങ്ങൾ ഞങ്ങളുടെ അമ്മാവൻ്റെ അടുത്തു നിന്ന്, ഞങ്ങളുടെ അല്ല എൻ്റെ അമ്മാവൻ, എൻ്റെ മാമൻ്റെ അടുത്തു നിന്നേ അടിച്ചു മാറ്റി സ്കൂട്ടറാ.